ഇപ്പൊ ഷോർട്ട് ഫിലിംസ് എടുത്തത് കൊണ്ട് സിനിമയിലേക്ക് വരുന്നതിനേക്കാളും ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കുറെ വഴികളുണ്ട്. ഇപ്പൊ വേസ് ആർ ഓപ്പൺ. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വയം റീൽസിലൂടെയും ഇപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ നായകന്മാർ തന്നെ റീൽസിൽ കൂടെ വന്ന ആൾക്കാരാണ്. അതായത് അവർ തന്നെ സെൽഫായിട്ട് കോണ്ടന്റ്സ് ഉണ്ടാക്കി അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു സിനിമയിലേക്കുള്ള ഏറ്റവും വലിയ ആൾക്കാർ. എൻട്രി. നമ്മളെല്ലാവരും ആ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു എൻട്രി അത് തന്നെയാണ്. ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് ആനന്ദ്. ഇപ്പം സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നു, പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ പല റോളുകളിൽ പരീക്ഷിച്ച് നോക്കുന്നു. ആഹ് ഈ ഈ കാലഘട്ടത്തിലൊക്കെ എടുത്ത ഒരു എഫേർട്ടാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി അതെ. കാരണം ഷോർട്ട് ഫിലിംസിൻ്റെ ആ കാലം മുതലേ നമ്മൾ സിനിമ ആഗ്രഹിച്ച് വന്നതാണ്. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴായാലും നമുക്ക് നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ തൃപ്തി വരാതെയാണ് ഒരു ഷോർട്ട് ഫിലിമിലൊന്നും നിൽക്കാതെ 8 ഷോർട്ട് ഫിലിം വരെ നമ്മൾ പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ സിനിമയിലേക്കുള്ള കുറച്ച് കണക്ഷൻസ് നമുക്ക് ഓപ്പണായി വന്നത്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ ലൈഫിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഡയറക്ടർ എന്ന് പറയുകയാണെങ്കിൽ വിപിൻ ചേട്ടനായിട്ടായിരിക്കും. അത് ത്രൂ നിതീഷ് ചേട്ടനാണ്. അത് ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് ചേട്ടൻ വഴിയാണ് ഞങ്ങൾ വിപിൻ ചേട്ടനിലേക്ക് കണക്ഷൻ ആവുന്നത്. അപ്പം നമ്മളിവിടെ കൊച്ചിയിലൊക്കെ ഒരുപാട് ഒരുമിച്ചുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിനിമ ചെയ്തു. വിപിൻ ചേട്ടൻ ആ സമയത്തും വാഴയുടെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷോർട്ട് ഫിലിംസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു ഫിലിം സർക്കിൾസിലേക്ക് എത്തിച്ചത്. ഷോർട്ട് ഫിലിംസ് തന്നെയാണ്. ഈ എപ്പോഴും ആളുകൾ പറയാറുണ്ട് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ളൊരു എൻട്രി ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഷോർട്ട് ഫിലിം അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും, കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമ വരുമ്പം ഫീച്ചർ സിനിമയിലേക്ക് വരുമ്പോൾ അത് ഏറെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രോസസ്സുമായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം അത് മേക്കിങ്ങിലല്ല, മേക്കിങ്ങിൽ മാത്രമല്ല തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഷോർട്ട് ഫിലിംസ് എടുത്തത് കൊണ്ട് സിനിമയിലേക്ക് വരുന്നതിനേക്കാളും ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കുറേ വഴികളുണ്ട്. ഇപ്പം വേസ് ആർ ഓപ്പൺ. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വയം റീൽസിലൂടെയും ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ നായകന്മാർ തന്നെ റീൽസിൽ കൂടെ വന്ന ആൾക്കാരാണ്. അതായത് അവർ തന്നെ സെൽഫായിട്ട് കോണ്ടന്റ്സ് ഉണ്ടാക്കി അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു സിനിമയിലേക്കുള്ള ഏറ്റവും വലിയ ആൾക്കാർ. നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു എൻട്രി അത് തന്നെയായിരുന്നു. ഇപ്പം വിപിൻ ചേട്ടനായാലും ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, നിതീഷ് ചേട്ടൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഷോർട്ട് ഫിലിംസിൽ കൂടെ വന്ന ആൾക്കാരാണ്. അതിൻ്റെ വ്യത്യാസം എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ പ്രോസസ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നു, നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും കാണാം. അതായത് ഇന്റർനെറ്റ് സൗകര്യം ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വന്ന് കാണാം, പോകാം. തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ വാസ്റ്റ് ആണ്. അത് അവിടെ വാസ്റ്റ് അല്ല എന്നല്ല, അവിടെ ഒരു ഇൻഡിവിജ്വൽ ഇരുന്ന് ഒറ്റയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 4-5 പേര് ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു ഇതിനകത്തേക്കാണ് പോകുന്നത്. തിയേറ്ററിൽ അങ്ങനെയല്ല, ഒരു മാസിന്റെ മുമ്പിലാണ് നമ്മൾ ഒരു സിനിമ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ മാസിലിരിക്കുന്ന പലരും പല ക്യാരക്ടേഴ്സ് ഉള്ളവരായിരിക്കാം. ചിലർക്ക് പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തി ഫസ്റ്റ് ഡേ നമുക്കത് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊരു മാജിക് തന്നെയാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. ഇപ്പോൾ എത്രയോ ആളുകൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും അത് സ്ക്രീനിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ജഡ്ജ്മെൻ്റ് ആയിരിക്കില്ല. ഷോർട്ട് ഫിലിംസിലെ ആളുകൾ കണ്ട് നല്ലത് പറയുന്ന ജഡ്ജ്മെൻ്റ് ആയിരിക്കില്ല തിയേറ്റേഴ്സിലേക്ക് വരുമ്പോൾ. അത് ആക്ടിങ്ങിലായാലും ടെക്നിക്കലി ആയാലും ഡയറക്ഷനിലായാലും. അതാണ് എനിക്ക് മേജർ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്.